ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ VDI 2012 മോഡൽ വാഹനവുമായിട്ടാണ്. ഡീസലിൽ 1,35,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞതാണ്. നിലവിൽ തേർഡ് ഓണർഷിപ്പാണ് ഈ വാഹനത്തിലുള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വന്നില്ല. നല്ല ഒരു ഷോറൂം നിലവാരത്തിലുള്ളൊരു വാഹനം തന്നെയാണിത്. ബ്രേക്ക് ലൈറ്റുകളാണെങ്കിലും അത്യാവശ്യം ഗ്ലേസിങ്ങോട് കൂടി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇൻഷുറൻസ് കാര്യങ്ങൾ, ബുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. മേജറായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ആൻഡ്രോയിഡ് സെറ്റ്, അതുപോലെ തന്നെ ഡോറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചളിയോ കറയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ മുൻഭാഗം ഉള്ളത്. നല്ല റെക്സോണിൻ്റെ അടിപൊളി പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് ഇട്ടുള്ളത്. എവിടെയും ഒരു കീറലോ കാര്യങ്ങളോ ഇല്ല. നല്ല ഈട് നിൽക്കുന്ന സീറ്റ് കവർ തന്നെയാണ് ഇതിന് ഇട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഉപയോഗിച്ചിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കറ, ചളി, അതുപോലെ തന്നെ കീറൽ, സീറ്റ് കവർ കീറൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മൊത്തത്തിൽ ഇൻറ്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആണെന്ന് തന്നെ പറയാം. ബാക്ക് സീറ്റിലായാലും നല്ല വൃത്തിയായിട്ട് ഉണ്ട്. ഈ വാഹനം വാങ്ങിച്ചിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള വർക്കും ചെയ്യാനില്ല ഇൻറ്റീരിയറിൽ. അതുപോലെ തന്നെ റൂഫായാലും അത്യാവശ്യം കറയും ചളിയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇഞ്ചൻ ഭാഗം നോക്കാം. അപ്രൈസറിലാണ് നമ്മൾ നോക്കുന്നത്. അടി പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ആക്സിഡൻ്റ് ആയിട്ട് റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അയച്ചു പണിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ പേസ്റ്റിങ് കമ്പനി വരുന്ന അതേപോലെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് അപ്രൈസറിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. പേസ്റ്റിംഗ് ഒന്നും മാറിയില്ല. ബാറ്ററി അമറോഡിൻ്റെ പുതിയ ബാറ്ററി തന്നെയുള്ളത്. കമ്പനി തരുന്ന സീല് കാര്യങ്ങളൊക്കെ പമ്പറിൽ നമുക്ക് കാണാൻ കഴിയും. ഇഞ്ചൻ ഭാഗങ്ങളായാലും ഡീസൽ വാഹനത്തിൻ്റെ ഇഞ്ചൻ ഭാഗമൊക്കെ നല്ല ഇത്രയും വൃത്തിയായി കാണുന്നത് തന്നെ നല്ല കണ്ടീഷനായിട്ടുള്ള ഒരു സർവീസ് കാരണം തന്നെയാണ്. ടയർ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടേജ് ടയർ ഒരു 85% ടയർ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റുകളും അത്യാവശ്യം ഗ്ലേസിങ് കൂടി ഇടുന്നുണ്ട്. ഈ വാഹനത്തിന് 4 ടയറുകളും ഒരു 85-90% വരുന്ന ടയറുകൾ തന്നെയാണ്. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 3,99,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്നോ, അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുവാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴ TVS ബൈക്ക് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണുള്ളത്. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വാഹനം ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനമുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വളരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ കാറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നല്ല അടിപൊളി വാഹനമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും വാഹനപ്രേമികൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.